Hello everyone, welcome to IGNOU Learning and to our exam marathon series. അപ്പോൾ നമ്മൾ marathon സീരീസിന്റെ പാർട്ട് 2ലേക്കാണ് എത്തിയിരിക്കുന്നത്. എക്സാം മാരത്തോൺ സീരീസിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് MA സൈക്കോളജി എക്സാംസ് എങ്ങനെ നേരിടാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ MA സൈക്കോളജി എക്സാംസിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും നമ്മൾക്ക് ഇന്ന് ഏത് വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ പാർട്ടിൽ, അതായത് പാർട്ട് 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കോഗ്നിറ്റീവ് സൈക്കോളജി പേപ്പറിന്റെ ബ്ലോക്ക് 1ന്റെ ബാക്കിയായിട്ടുള്ള ബ്ലോക്ക് 2 ആണ്. കോഗ്നിറ്റീവ് സൈക്കോളജി പേപ്പറിന്റെ ബ്ലോക്ക് 2ൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കോഗ്നിറ്റീവ് സൈക്കോളജി ബ്ലോക്ക് 2ന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് അത് പാസ് തിയറിയെ കുറിച്ചായിരുന്നു. അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 2 ക്വസ്റ്റ്യൻസ് ആണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ബ്ലോക്ക് 2ൽ നിന്നും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി ബ്ലോക്ക് 2 പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത്, ഡിഫറൻ്റ് ആയിട്ടുള്ള തിയറിസ്റ്റുകൾ ഇൻ്റലിജൻസിനെ എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എത്ര ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് നമുക്കുണ്ട് എന്നാണ് തിയറീസ് പറയുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇൻ്റലിജൻസ് മെഷർ ചെയ്യപ്പെടുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു ഇതിൽ വരുന്നു എന്നുള്ളതാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഹ്യൂമൻ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള തിയറിസ്റ്റുകൾ ഇൻ്റലിജൻസിനെ നോക്കിക്കണ്ടത്, എത്ര ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഹ്യൂമൻ ബീങ്സിനുണ്ട്, അങ്ങനെയുള്ള ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടെടുക്കുന്ന അതിൻ്റെ മെഷർമെൻറ്റ് അടക്കമുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് കോഗ്നിറ്റീവ് സൈക്കോളജി ബ്ലോക്ക് 2ൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും ബ്ലോക്ക് 2 പഠിച്ച ഒരാൾക്ക് ഹ്യൂമൻ ബീങ്സിൻ്റെ ഇൻ്റലിജൻസിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും എന്നുള്ളത്. എന്തുതന്നെയാലും ഞാൻ അധികം ഇൻട്രഡക്ഷൻ ഒന്നും പറയുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ ഇറ്റ്സ് അബൌട്ട് 2 ഫാക്ടർ തിയറി. 2 ഫാക്ടർ തിയറിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ അധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. അത് പല രീതിയിൽ ചോദിക്കും. ചിലപ്പം അതിനെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പം ആ 2 ഫാക്ടർ തിയറിയെ മറ്റ് തിയറീസുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് 2 ഫാക്ടർ തിയറിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കാം, 2012 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ നോക്കാം, ഇതിൽ കൊടുത്തിരിക്കുന്നത് ഗിവ് എ ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് 2 ഫാക്ടർ തിയറി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 2013 ഡിസംബറിലെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചോദിച്ചിരിക്കുന്നത് സെയിം ആയിട്ട് തന്നെയാണ്. അതായത് ഡിഫൈൻ ഇൻ്റലിജൻസ് ആൻഡ് പ്രസൻറ്റ് ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്നാണ്. ദെൻ വെൻ വി ചെക്ക് ഡിസംബർ 2011 ക്വസ്റ്റ്യൻ പേപ്പർ, ഇറ്റ് ഈസ് ഗിവൺ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഓൾസോ അഗെയിൻ ഡിസംബർ 2016 പ്രൊവൈഡ് എ ക്രിട്ടിക്കൽ അപ്രൈസൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തോണ്ടൈക്കിൻ്റെയും തോംസൻ്റെയും തേഴ്സ്റ്റോണിൻ്റെയും തിയറിയുമായിട്ട് അവരെങ്ങനെയാണ് 2 ഫാക്ടർ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് 2018 ഡിസംബറിലാണ്. അതിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ഒന്നും ചോദിച്ചിട്ടില്ല. എന്ത് ചെയ്യണം, നിങ്ങൾ സിംപ്ലി കമ്പയർ ചെയ്യണം. ഒന്ന് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയെ തേഴ്സ്റ്റൻ്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയുമായിട്ടാണ് നിങ്ങളതിൽ കമ്പയർ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ദെൻ അടുത്തതായിട്ട് 2 ഫാക്ടർ തിയറിയെക്കുറിച്ച് ചോദിച്ചത് ജൂൺ 2020 എക്സാമിലാണ്. അതിൽ 6 മാർക്കിനാണ് ചോദിച്ചത്. ഡിസ്ക്രൈബ് സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. ക്രിട്ടിക്കലി ഒന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് ബേസിക്കലി എന്ത് ചെയ്യണം, നിങ്ങളതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണം, എന്താണ് ആ തിയറി എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന് ആൻസർ ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇൻ്റലിജൻസിന് ഒരുപാട് തിയറീസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആണെങ്കിലും തേഴ്സ്റ്റൻ്റെ തിയറി ആണെങ്കിലും അങ്ങനെ കുറേ തിയറീസ് ഇൻ്റലിജൻസിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും ആദ്യം വന്ന തിയറീസിലൊന്നാണ് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി എന്നുള്ളത്. അപ്പോൾ ഹൈക്വേ സ്റ്റുഡൻസ് പ്ലീസ് ഓപ്പൺ യുവർ വാല്യൂ ആഡഡ് നോട്ട്സ് ഓഫ് 12th ലെസൺ. 12ാമത്തെ ലെസൻ്റെ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. എന്തായാലും ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്നുള്ളത്. 1904 എന്ത് ചെയ്തിരിക്കുന്നത്, ഈ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം 2 മെത്തേഡുകളാണ് ഈ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്തത്. അതിലൊന്ന് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്, അടുത്തത് കോറിലേഷൻ അനാലിസിസ് ആണ്. ഫാക്ടർ അനാലിസിസിൽ പ്രധാനമായിട്ടും ചെയ്യുന്നതാണ് ഒരു ലാർജ് നമ്പർ ഓഫ് വേരിയബിൾസിനെ ഒരു ഫ്യൂ നമ്പേഴ്സിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫാക്ടർ അനാലിസിസ് എന്നുള്ളത്. സ്പിയർമാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പിയർമാൻ 2 ഫാക്ടർ തിയറിയിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരു
ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോറിലേഷൻ അനാലിസിസ് ആണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് തമ്മിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നതാണ് കോറിലേഷൻ അനാലിസിസ്. അപ്പം ഈ 2 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് 2 ഫാക്ടർ തിയറിയിലേക്ക് സ്പിയർമാൻ എത്തിയത് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ ക്രാഫ്റ്റ് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ തിയറി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. 2 ടൈപ്പ് ഓഫ് അബിലിറ്റീസ്, ഹ്യൂമൻ ബീങ്സിന് പ്രധാനമായിട്ടും 2 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അബിലിറ്റീസ് ആണ് ഉള്ളത് എന്ന് ഇതിൽ 2 ഫാക്ടർ തിയറിയിലൂടെ സ്പിയർമാൻ പറയുന്നു. അതിലൊന്നാമത്തതാണ് ദ ജി ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ എന്നുള്ളത്. നമ്മളെല്ലാ ആളുകൾക്കും, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഇൻബോൺ ആയിട്ട് അഥവാ നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്ന അബിലിറ്റീസിൻ്റെ സെറ്റാണ് ദ ജി ഫാക്ടറിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതൊരു കോൺസ്റ്റൻറ്റ് മെൻ്റൽ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അഥവാ അത് നമ്മളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ എനർജൈസ് ചെയ്യുന്ന, നമ്മളുടെ കാര്യങ്ങൾക്ക്, മെൻ്റൽ പ്രോസസ്സുകൾക്ക് എനർജൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് ഈ ജെ ഫാക്ടർ മാറുന്നു എന്നാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നു എന്ന് തീരുമാനിക്കാൻ അയാളുടെ ഇൻ്റലിജൻസിൽ എത്രത്തോളം ജി ഫാക്ടർ ഉണ്ട് എന്നുള്ളതിന് തീരുമാനിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു കാര്യത്തിനെ സ്വാധീനിക്കാൻ വേണ്ടി പറ്റുമെന്നും സ്പിയർമാൻ പറയുന്നു. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് എസ് ഫാക്ടർ എന്ന് പറയുന്നത്. എസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല, ലേൺഡ് ആൻഡ് അക്വയർഡ് അബിലിറ്റിയാണ്. നമ്മൾ എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്യുന്നതാണ്, മറ്റുള്ള ആളുകളിൽ നിന്ന് ലേൺ ചെയ്യുന്നതാണ് എസ് ഫാക്ടറിൽ വരുന്ന അബിലിറ്റീസ്. ഇത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. അഥവാ എൻ്റെ എസ് ഫാക്ടർ ഇൻ്റലിജൻസിൻ്റെ ലെവലായിരിക്കില്ല നിങ്ങളുടെ എസ് ഫാക്ടർ ഇൻ്റലിജൻസിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ തിയറിയിൽ ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ SLMലെ പാർട്ട് 1.3 ആണ് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പാർട്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കണം. അപ്പോൾ അതിൽ ഇമേജസും സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ജി ഫാക്ടറും എസ് ഫാക്ടറും ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ അതിൻ്റെ ഫൈനൽ പാർട്ടിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രൈസൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് വായിച്ച സമയത്ത് എന്ത് വന്നിട്ടുണ്ട്, അതിലൊക്കെ ക്രിട്ടിക്കലി അപ്രൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിരുന്നു, ഇത് ജസ്റ്റ് എന്താണ്, വെറും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളുടെ ബേസിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ലോക്കൽ തിയറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോഗ്നിറ്റീവ് തിയറി ആയിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം വെറും നമ്പേഴ്സിൻ്റെ ബേസിലോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിലോ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരിക്കലും അളക്കാനോ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ് ഇത് ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം എന്നുള്ളത്. മറ്റ് ക്രിറ്റിസിസത്തിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ കൃത്യമായി വായിക്കുക. ഐസങ്ക് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതൊക്കെ. പക്ഷേ ജെൻസൺ എന്ത് ചെയ്തിട്ടുണ്ട്, ജി ഫാക്ടറിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ജി ഫാക്ടർ നമ്മൾ ഇൻ്റലിജൻസിൽ ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും എസ് ഫാക്ടറിൻ്റെ ഒരു റിലയബിലിറ്റി അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. അങ്ങനെ കുറേ ക്രിറ്റിസിസംസും അതുപോലെ തന്നെ അക്സെപ്റ്റൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ആൻസർ ക്രാഫ്റ്റിൻ്റെ നമുക്ക് നോക്കാം. ഹൈക്വേ സ്റ്റുഡൻസ് അവരുടെ 12th ലെസൻ്റെ എക്സാം PDF ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ ഇൻട്രഡക്ഷൻ പാർട്ടിൽ എന്താണ് ഇൻ്റലിജൻസ് എന്ന് എഴുതുക. ഇൻ്റലിജൻസിന് കുറേ തിയറി ഉണ്ടെന്നും 2 ഫാക്ടർ തിയറി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസിൽ ഒന്നാണെന്നും നിങ്ങൾ മെൻഷൻ ചെയ്യുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി 2 പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. മെയിൻ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് അഥവാ മെയിൻ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുക്കാവുന്നതാണ്. അതിൽ സ്പിയർമാൻ ഫാക്ടർ അനാലിസിസും കോറിലേഷനും യൂസ് ചെയ്ത് 1904 ഈ ഒരു തിയറി ക്രിയേറ്റ് ചെയ്തതെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തിയറിയെക്കുറിച്ചുള്ള കൃത്യമായ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അതിൽ നുന്നാലി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിയർമാൻ കൂടുതലും ഹ്യൂമൻ അബിലിറ്റീസിലായിരുന്നു, അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ അബിലിറ്റീസ്, നമ്മളുടെ ഹ്യൂമൻസിൻ്റെ ഇൻ്റലിജൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ അബിലിറ്റീസാണ് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നും. വെറും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിൽ മാത്രം ഉണ്ടാക്കിയ തിയറി അല്ല 2 ഫാക്ടർ തിയറി എന്നും നുന്നാലി പറഞ്ഞിരുന്നു. അത് തന്നെ എന്താണ് നമ്മളുടെ സ്പിയർമാൻ്റെ തിയറിക്കുള്ള ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് കൺക്ലൂഷനിൽ എഴുതാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള കുറച്ച് വാക്കുകളിലൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 2 ഫാക്ടർ ഇൻ്റലിജൻസ് തിയറിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ആ ക്രിട്ടിക്കൽ അപ്രൈസൽ എന്ന് പറയുന്ന ആ പാർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതൽ വളരെ അധികം നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം അത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ഒരു മെയിൻ കോർ എന്ത് ചെയ്യാണ്, നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഗണ്യമായി കുറയാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ സ്ട്രക്ചർ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഇൻട്രഡക്ഷൻ ആദ്യം എഴുതണം, പിന്നെ മെയിൻ ബോഡി, ദെൻ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയേ മതിയാവുള്ളൂ. ഓൾസോ ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോവാർഡ് ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയെക്കുറിച്ചാണ്. ആക്ച്വലി
ഫാക്ടർ തിയറി ചോദിച്ച പോലെ ഡയറക്റ്റ് ആയിട്ടായിരിക്കണമെന്നില്ല ഈ ഹോവാർഡ് ഗാർണറിൻ്റെ തിയറി ചോദിക്കുന്നത്. പകരം അതിലെ കോമ്പണൻസ് 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ച് ആ തിയറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ തിയറിയിലെ 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിൽ 2 പിക്ക് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ചോദിക്കാറെന്നുള്ളത് കാണിച്ചു തരാം. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2011 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ദ തിയറീസ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ തിയറീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ തിയറീസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് 10 മാർക്കിനാണ്. പിന്നെ മറ്റൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ ഇൻ്റലിജൻസ് ഇല്ലുസ്ട്രേറ്റ് ഗാർഡനേഴ്സ് വ്യൂസ് ഓൺ ഇൻ്റലിജൻസ് എന്നാണ്. അഥവാ ബേസിക്കലി അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡനറുടെ തിയറിയെക്കുറിച്ച് എഴുതുക, അതിനു മുമ്പ് ഇൻ്റലിജൻസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. എങ്കിലും കൂടുതലായിട്ടും ചോദിച്ച് കാണാറുള്ളത് ഇങ്ങനെയാണ്. അഥവാ നേച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് 12th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. അത് ആക്ച്വലി ഹോവാർഡ് ഗാർണർ പറഞ്ഞിട്ടുള്ള 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിൽ ഒന്നാണ്. അത് ചോദിച്ചിട്ടുള്ളത് ഇയർ 2016 ഡിസംബർ. ദെൻ 2017 ഡിസംബറിൽ വരുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് 11th ക്വസ്റ്റ്യൻ ബോഡിലി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്നാണ്. അഥവാ നേരത്തെ ചോദിച്ചത് എന്താണ്, നേച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണെങ്കിൽ ഇവിടെ ചോദിച്ചത് ബോഡിലി കിനസ്തെറ്റിക് ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിൽ പെട്ടിട്ടുള്ള 2 ഡിഫറെൻറ്റ് ഇൻ്റലിജൻസ് ടൈപ്പുകളാണ് ആസ് പെർ ഗാർഡനർ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് 2019 ചോദിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹോവാർഡ് ഗാർണറുടെ തിയറി റൈറ്റ് അബൌട്ട് ഹോവാർഡ് ഗാർണേഴ്സ് തിയറി എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത 3 മാർക്കിനോ 5 മാർക്കിനോ അതിലെ കോമ്പണൻസിനെ കുറിച്ച് 1 by 1 ആയിട്ട് ചോദിക്കാനാണ്. എക്സിസ്റ്റൻഷ്യൽ, അതുപോലെ തന്നെ മ്യൂസിക്കൽ, ലോജിക്കൽ ഇൻ്റലിജൻസ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ച് ആ തിയറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും ആ തിയറിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങൾ നമ്മുടെ ലെസൺ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൃത്യമായിട്ട്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ ഒരു തിയറിയാണ് ഗാർഡനറിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഞാൻ എന്ത് തന്നെയായാലും നമ്മളുടെ വാല്യൂ ആഡഡ് നോട്ട്സിലെ 15th ലെസൺ എടുക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഹോവാർഡ് ഗാർഡനർ ആരായിരുന്നു എന്നുള്ളത്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എനിവേ ഇറ്റ്സ് വെരി സിമ്പിൾ. ഗാർഡനർ പ്രധാനമായിട്ടും റിസർച്ച് ചെയ്ത ഇയേഴ്സ് അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ ഫോക്കസ് ചെയ്തത് 1983 to 1999 കാലഘട്ടത്തിലാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അതിന് മുമ്പ് വന്ന ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള തിയറീസൊക്കെ വളരെ തെറ്റാണെന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ 2 ഫാക്ടർ തിയറിയിലാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2 ഫാക്ടറാണ് ഇൻ്റലിജൻസിലുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ 9 ടൈപ്സ് 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഹ്യൂമൻ ബീങ്സിനുണ്ട് എന്നും അതിൽ 9 ടൈപ്പും നമ്മൾ ഇൻ്റലിജൻസിലുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ ആളുകൾക്കും ഈ പറയാൻ പോകുന്ന 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. പക്ഷേ അതിൽ ഓരോ ഒന്നിൻ്റെയും ലെവൽസിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടിയ ആളുകളായിരിക്കും എന്ത് ചെയ്യുക, ലൈക്ക് പാട്ട് പാടുന്നതിലും അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കൽ ടോൺസ് മനസ്സിലാക്കുന്നതിലും റൈംസൊക്കെ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യുന്നതിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ അവർക്കായിരിക്കും അതിൽ കൂടുതൽ കഴിവുണ്ടാവുക എന്ന് കരുതി മറ്റുള്ള ആളുകൾക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് മറ്റുള്ള ആളുകൾക്ക് എന്തായിരിക്കും, കുറവായിരിക്കും എന്നാണ്. അപ്പം എല്ലാ ആളുകൾക്കും ഈ പറയാൻ പോകുന്ന 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസും ഉണ്ട്. പക്ഷേ അതിൻ്റെ ലെവൽസ് വേരിയേഷൻസ് ഉണ്ടാവും എന്നാണ് ഗാർഡനർ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 9 ടൈപ്പ് എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തേത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ റിട്ടേണും സ്പോക്കണും ആയിട്ടുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റും. തിങ്സ് നല്ല രീതിയിൽ ഹ്യൂമറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള കഴിവ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് ഓഫ് കോഴ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല കഴിവുണ്ടാവും വാക്കുകൾ ഉപയോഗിക്കാൻ, വാക്ചാതുര്യം കൂടുതലുണ്ടാവും. ഇവരുടെ പ്രധാനപ്പെട്ട കരിയേഴ്സ്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടിയ ആളുകളുടെ കരിയേഴ്സ് പ്രധാനമായിട്ടും അവർക്ക് ഫിറ്റ് ചെയ്യുക റൈറ്റേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ കുറേ സംസാരിക്കേണ്ടി വരുന്ന പ്രൊഫഷൻസാണ്. പിന്നെയാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് മറ്റുള്ള ആളുകളെക്കാൾ വളരെ കൂടുതലായിരിക്കും ഈ LMI അല്ലെങ്കിൽ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക്. പിന്നെ പെട്ടെന്ന് സയൻറ്റിഫിക്കൽ എക്സ്പെരിമെൻറ്റ്സ് അതുപോലെയുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക്. അബ്സ്ട്രാക്റ്റ് തിങ്കിങ് അബിലിറ്റി കൂടുതലായിരിക്കും. അവരുടെ കരിയേഴ്സായിട്ട് വരുന്നത് സയൻറ്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻ ആൻഡ് എഞ്ചിനീയർ ആണ്. പിന്നെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് അവർക്ക് പാട്ട് പാടാനും കേൾക്കാനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. മ്യൂസിക്കൽ പാറ്റേൺസൊക്കെ ഭയങ്കരമായിട്ട് മറ്റുള്ള ആളുകളെക്കാൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക്. പെട്ടെന്ന് മ്യൂസിക്കിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ടോൺസിൻ്റെ വേരിയേഷൻസൊക്കെ നമ്മളെക്കാൾ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കുറവുള്ള ആളുകളെക്കാൾ പെട്ടെന്ന് ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുടെ പ്രധാനപ്പെട്ട കരിയേഴ്സ്, അവർക്ക് ഫിറ്റ് ചെയ്യുന്ന കരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസീഷ്യൻ, സിംഗർ, കമ്പോസർ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതൽ ആളുകൾക്ക് അത് തന്നെയാണ് ഫിറ്റ് ആവുന്നത്. പിന്നെ 4ാമത്തെ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആയിട്ട് ഗാർഡനർ പറഞ്ഞിരിക്കുന്നത് ബോഡിലി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണ്. ഈ ഇൻ്റലിജൻസ് കൂടുതൽ ആളുകൾക്ക് ഡാൻസിങ്, സ്പോർട്സ്, അതുപോലെ തന്നെ ബോഡി മൂവ്മെൻറ്റ്സിൻ്റെ കൺട്രോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല കഴിവുണ്ടാവും. എക്സലൻറ്റ് ഫിസിക്കൽ കോർഡിനേഷൻ, നമ്മുടെ ബോഡി മൈൻഡ് അതുപോലെ തന്നെ ബോഡിയുടെ പാർട്ടിൻ്റെ മോട്ടോർ കോർഡിനേഷൻ വളരെ കൂടുതലായിരിക്കും ഇവർക്ക്. ഹാൻഡ് ക്രാഫ്റ്റിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇവരുടെ പ്രധാനപ്പെട്ട കരിയേഴ്സ് ഡാൻസർ, അത്ലറ്റ്, സ്പോർട്സ് പേഴ്സൺ എന്നുള്ളതാണ്.
പിന്നെയാണ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതിൽ ഇൻ്റർപ്രറ്റ് പിക്ചേഴ്സ്, ഗ്രാഫ്സ് ഇതുപോലുള്ള പെട്ടെന്ന് ഇമേജസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ ആളുകൾക്ക് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്രോയിങ്, പെയിൻറ്റിങ് അതുപോലുള്ള വിഷ്വൽ ആർട്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആളുകളുടെ കരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ട്, ആർട്ടിസ്റ്റ്, എഞ്ചിനീയർ എന്നുള്ളതാണ്. ദെൻ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. മറ്റുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പൊതുവേ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വളരെ കൂടുതലുള്ള ആളുകൾ എക്സ്ട്രോവേർട്സ് ആയിട്ടാണ് മാറാറുള്ളത്. മറ്റുള്ള ആളുകളായിട്ട് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റുള്ള ആളുകളെ നല്ല രീതിയിൽ അവരുടെ ഇമോഷൻസിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നോൺ ജഡ്ജബിൾ ആയിട്ട് കാര്യങ്ങളെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങൾ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കൂടിയ ആളുകൾക്ക് ഉണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റുകളും ഫിലോസഫേഴ്സും പൊളിറ്റീഷ്യൻസും ഒക്കെ ഈ ഒരു ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിൽ ഹൈ ലെവൽ ഉള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കണം എന്നാണ്, എങ്കിലാണ് അവർക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. പിന്നെയാണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ആക്ച്വലി ഇൻ്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും മാറിപ്പോവാതെ നോക്കണം എഴുതുന്ന സമയത്ത്. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൂടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. അപ്പം നമ്മൾക്ക് ഭയങ്കരമായിട്ട് സെൽഫ് അവയർനെസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പറ്റില്ല, നമ്മൾ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പ്രോപ്പറായിട്ടുള്ള ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലാണെന്ന് പറയാം. തിയറീസും ഐഡിയാസും ഒക്കെ അനലൈസ് ചെയ്യുന്നതിൽ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇവർക്ക് ഫിറ്റിംഗ് ആയിട്ടുള്ള കരിയേഴ്സാണ് ഫിലോസഫർ, റൈറ്റർ ആൻഡ് അനലിസ്റ്റ് എന്നുള്ളത്. ദെൻ നേച്ചറലിസ്റ്റിക് ഇൻ്റലിജൻസ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ പ്രകൃതിയായിട്ടൊക്കെ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ, അല്ലെങ്കിൽ പ്രകൃതി എൻവയൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള, അതിലൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നേച്ചറലിസ്റ്റിക് ഇൻ്റലിജൻസ് മേ ബി കൂടുതലായിരിക്കും. ക്യാമ്പിങ്, ഹൈക്കിങ്, ഔട്ട്ഡോർ എക്സ്പ്ലോറേഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും നേച്ചറലിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾ. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. ചുറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ നേച്ചറലിസ്റ്റിക് ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ബയോളജിസ്റ്റ്, ഗാർഡനർ, കൺസർവേഷനിസ്റ്റ് ഒക്കെയാണ് ഇവരുടെ ഫിറ്റിംഗ് ആയിട്ടുള്ള കരിയേഴ്സ്. പിന്നെയാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. അങ്ങനെ എല്ലാ ആളുകൾക്കൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ട് ആളുകളിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു സംഭവമാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. ഭയങ്കര കളക്റ്റീവ് വാല്യൂസ്, ഇൻറ്റ്യൂഷൻസ്, ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ പ്രധാനമായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ലൈക്ക് എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബീങ്സ് ഉണ്ടായത്, ലൈക്ക് എങ്ങനെയാണ് ലോകം നിലനിൽക്കുന്നത്, ദൈവമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ പോപ്പുലേഷൻ മേ ബി ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള തോട്ട് പ്രോസസ്സുകളൊക്കെ ഉള്ള ആളുകളായിരിക്കും എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. ആന്ത്രപ്പോളജിസ്റ്റ്, സയൻറ്റിസ്റ്റ് ഒക്കെ ആയിട്ട് അവർക്ക് മാറാൻ വേണ്ടി പറ്റും. അവർക്ക് ഫിറ്റാവുന്ന കരിയേഴ്സാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് അടക്കം വരുന്ന 9 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിൽ നമുക്ക് പറയാനുള്ളത്. ഇറ്റ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ബൈ ഹോവാർഡ് ഗാർണർ. അപ്പോൾ ഇതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെയിം സ്ട്രക്ചർ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ സ്ട്രക്ചർ. ഫസ്റ്റ് നിങ്ങൾ ഇൻ്റലിജൻസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്നു. ദെൻ യു ടോക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് തിയറി, ആൻഡ് ഇൻ ദ മെയിൻ ബോഡി പാർട്ട് യു വിൽ ബി ഡിസ്ക്രൈബിങ് ദിസ് തിയറി വെരി വെൽ. ലൈക്ക് ഓരോന്നും 1 by 1 ആയിട്ട് എടുത്തെടുത്ത് സബ് ഹെഡിങ്സ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതണം. അതിന് വേണ്ട രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമ്പിൾസും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഒരു കൺക്ലൂഡറി പാരഗ്രാഫ് കൂടെ എഴുതാം. അപ്പം ഇതും നമ്മളുടെ ബ്ലോക്ക് 2ൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. എനിവേ, ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ, പാസ്റ്റ് തിയറിയെ കുറിച്ചുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ 2ൽ ഒതുക്കിയത്. നമ്മൾ പൊതുവേ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. എനിവേ, നമുക്ക് ഇനിയും ഇത്തരം വീഡിയോസുമായി കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.